പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 30 ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ പരിപാലിച്ചു. കരങ്ങൾ ഉയർത്തി കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിൻ്റെ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ അതിശയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഞങ്ങളെ അതിശയമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദി, അത്ഭുതമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് മുന്നേറുവാൻ അങ്ങ് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത കഥാവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്ന കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 119 സങ്കീർത്തനം അതിൻ്റെ 164 വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പ്രാവശ്യമാണ് കർത്താവിനെ സ്തുതിക്കുന്നത്? 7 പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുന്നു. കരമുയർത്തി പറഞ്ഞ് 7 പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കും. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു 7 സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം, ഇത്രത്തോളം നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വലിയ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. ഓരോരുത്തരും ആത്മശക്തി പ്രാപിക്കട്ടെ. ഓരോരുത്തരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗക്കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗശക്തികൾ അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാൽ ഭാരപ്പെടുന്നവർ, അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആ കംപ്ലൈൻറ്റുകളെല്ലാം മാറി അവർ സ്വസ്ഥരായി തീരട്ടെ. ആമേൻ. ഡോക്ടർമാരുടെ സംശയങ്ങൾ മാറട്ടെ. ആമേൻ. നോർമൽ റിപ്പോർട്ടുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ടെസ്റ്റിൽ വരുന്നതിനായിട്ട് സ്തോത്രം. സ്കാനിങ് റിപ്പോർട്ടുകൾ നോർമലാകട്ടെ. ബ്ലഡ് റിപ്പോർട്ടുകൾ നോർമലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിയുന്നവരുണ്ട്, അവരെ വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കായി തക്കതായ വിവാഹാലോചനകൾ ആമേൻ യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. അതുപോലെ പ്രഗ്നൻസിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ അവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കർത്താവ് അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണം, ആദരിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാം ദിവസം അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം. ഇന്നലെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് അതിലും ശ്രേഷ്ഠമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ ഗ്രേസ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന 2-ാം ദിവസത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും കടന്നു വരിക. ആമേൻ. ദൂരെയുള്ളവർ ഓൺലൈനിൽ ജോയിൻ ചെയ്യുക. ആരും തന്നെ മീറ്റിംഗ് മിസ് ചെയ്യല്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. അതുപോലെ പകൽക്കാലം പ്രാർത്ഥിക്കുക. ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആമേൻ. അങ്ങയുടെ നീതിയുള്ള വിധികൾ നിമിത്തം ദാവീദ് പറയുക, ഞാൻ ദിവസവും 7 പ്രാവശ്യം അങ്ങേക്ക് സ്തോത്രം ചെയ്യും. സാധിക്കുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് കർത്താവിന് സ്തോത്രം പറയുവാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 Kings 19:14. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ആമേൻ. നമുക്കറിയാം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. ഹിസ്കിയ രാജാവിന് നേരെ അശൂർ രാജാവ് ലെറ്റർ കൊടുത്ത് വിട്ടതാണ്. അശൂർ രാജാവ് പറഞ്ഞു, ഞങ്ങൾ ഇതിനു മുമ്പ് എല്ലാവരെയും നശിപ്പിച്ച് കളഞ്ഞു, എല്ലാവർക്കും ദോഷം ചെയ്തു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. നിങ്ങൾ പുറകിൽ നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നിന്നെയും ഞങ്ങൾ നശിപ്പിക്കും, നിൻ്റെ രാജ്യത്തെയും ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞുള്ള എഴുത്താണ് ഹിസ്കിയാവിൻ്റെ കയ്യിൽ ദൂതന്മാർ മുഖാന്തരം കൊടുത്തയച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ഇൻഫർമേഷനുകൾ, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, പലതരത്തിലുള്ള ഭീഷണികൾ, പലതരത്തിലുള്ള രോഗനിർണയങ്ങൾ, പലതരത്തിലുള്ളത് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇവിടെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അസിറിയൻ രാജാവിൽ നിന്ന് ഹിസ്കിയ രാജാവിന് ഈ കത്ത് ലഭിച്ചതുപോലെ നമുക്കും ഇതുപോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, നമുക്ക് എതിരായി നിൽക്കുന്ന പല വാർത്തകൾ നമ്മുടെ കാതുകളിലേക്ക് വന്ന് കയറുമ്പോൾ ഈ ഹിസ്കിയ രാജാവ് ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹിസ്കിയ രാജാവ് പരിഭ്രാന്തനാകുകയോ ഇതിനെതിരെ വാദിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിമാരെയും സേനാംഗങ്ങളെയും കൂട്ടി തന്ത്രം മെനയുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം എന്താ ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ രാജാവ് കത്തെടുത്ത് ആലയത്തിൽ പോയി അത് കർത്താവിൻ്റെ മുമ്പാകെ വിതറുന്നു. പഴയ നിയമത്തിൽ ആലയമുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ നമ്മളാകുന്നു ആലയം. അപ്പം ആലയത്തിൽ പോയിട്ട് ഈ കത്ത് വിടർത്തി അവിടെ ഇരിക്കുക. തൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന വലിയ ഭീഷണി, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മൗനമായിരിക്കാതെ ആ ലെറ്റർ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവിൻ്റെ മുമ്പാകെ പോയി അത് തുറന്നു വെച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം. നമുക്ക് വിശ്വാസമുണ്ടെന്നും നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നുവെന്നും കർത്താവിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് തൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്ന പ്രശ്നത്തെ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്തത്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. നമ്മളൊക്കെ സാധാരണ പരിഭ്രാന്തരായി പോകും, നമ്മൾ ടെൻഷനാകും, നമ്മൾ നാട്ടുകാരെല്ലാം വിളിക്കും, പലരെയും വിളിച്ചു പറയും, അയ്യോ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ നേരെ വരുന്ന ഭീഷണികൾ എന്തുമായിക്കോട്ടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക, കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക, കർത്താവിൻ്റെ മുമ്പിൽ പറയുക, കർത്താവേ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, കർത്താവേ ഇങ്ങനൊരു ബുദ്ധിമുട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഹിസ്കിയാവ് തൻ്റെ നേരെ വന്ന പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞില്ല. ഈ ശത്രു രാജാവിൻ്റെ ആ ദൂതൻ കൊണ്ടുവന്ന ലെറ്റർ ഇല്ലെന്നല്ല പറഞ്ഞ്, അത് കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതുപോലെ നമ്മുടെ മുമ്പിൽ പ്രശ്നം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. മുമ്പിൽ വരുന്നതിനെ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിട്ട് പ്രശ്നത്തേക്കാൾ വലുത്, ഈ പ്രതിസന്ധിയേക്കാൾ വലുത്, ഈ ഭീഷണിയേക്കാൾ വലുത് എൻ്റെ കർത്താവാകുന്നു എന്ന് കരമുയർത്തി നമ്മൾ പറയുമ്പോൾ അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ എന്ത് പ്രശ്നമാണോ, ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഹിസ്കിയ രാജാവിൻ്റെ മുമ്പിൽ വന്ന പ്രശ്നം ഇതാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എന്താണ്? അത് രോഗത്തിൻ്റെയാണോ, സാമ്പത്തികമാണോ, തലമുറയുമായിട്ടുള്ള പ്രശ്നമാണോ, എന്തുമായിക്കോട്ടെ എന്ത് തന്നെയായാലും അത് നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ കുലുക്കുന്ന, നിങ്ങൾക്ക് ഭാരം കൊണ്ടിരുന്ന പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നമുക്കും ഹിസ്കിയാവിനെ പോലെ അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനോട് അങ്ങോട്ട് പറയാം. കർത്താവ് കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുന്നു, ദൂതനെ അയക്കുന്നു. ശത്രുപാളയത്തിലേക്ക് ദൂതനെ അയക്കുന്നു. അവസാനം രാജാവ് മനസ്സ് മാറി മടങ്ങിപ്പോകുന്നു. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം. ഇതുപോലെ തന്നെയാണ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. പിതാവേ, ഞങ്ങൾ ഹിസ്കിയാവ് കൊണ്ടുവന്നതുപോലെ ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്ത് തന്നെയാണെങ്കിലും അത് അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾക്ക് സ്വയമേ ഇതിനെ നേരിടാൻ കഴിവില്ല, ഞങ്ങൾക്ക് സ്വയമേ ഇതിൻ്റെ അകത്ത് ജയിക്കാൻ കഴിവില്ല. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ അത്ഭുതകരം നീട്ടുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഹിസ്കിയാവിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ അത്ഭുതം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വെക്കുന്ന ഈ വിഷയത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്തല്ലോ, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം